വയനാട് കണ്ണൂർ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മിക്കവരും ചോദിക്കണ ചോദ്യം തന്നെയാണ് 20-21 വണ്ടി എന്തിനാ കൊടുക്കണേ. ഇതിന്റെ ചാർജ് തീർന്നു പോവാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ ഒരു താർ. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മുടെ ആലുവയിലുള്ള ഓസ്കാർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസത്തിന് ശേഷമാണ് നമ്മൾ ഓസ്കാറിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നിവിടെ കുറച്ചധികം വണ്ടികൾ കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബാക്കിലൊരു ബെൻസൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതുതായിട്ട് നമ്മുടെ ഓസ്കാറിൽ വന്നിരിക്കുന്ന കുറച്ചധികം വണ്ടികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തായാലും നമുക്ക് ബെൻസിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏത് മോഡലാണ് ഏട്ടാ? ഇത് 2014 ജർമ്മനിയിൽ നിർമ്മിച്ച് 14 കേരളത്തിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ജർമ്മൻ കാറാണല്ലോ. അപ്പോൾ അവിടുന്ന് അവർ ഓർഡർ ചെയ്ത് അവിടെ ഉണ്ടാക്കിച്ച് പിന്നെ 14 കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത്. സിംഗിൾ ഓണർ വാഹനമാണ്. പക്ഷേ ഇത് ഓടിയേക്കണത് 98 ഓടിയിട്ടുണ്ട്. കണ്ടാൽ പറയൂല. എഞ്ചിനും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുവരണം വെച്ചാൽ വെൽ മെയിൻ അത്ര തന്നെ പറയാൻ പറ്റും. കാരണം കമ്പനി സർവീസ് നീറ്റായിട്ട് കൊണ്ടുവരണം മാത്രമല്ല കമ്പനി സർവീസുമാണ് വണ്ടി. ഇതാണ് പിന്നെ അതിനകത്ത് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ ടച്ചിങ്സ് കാര്യങ്ങളുണ്ടാവും. ഒന്നുമില്ല. അത് ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അത് ചോദിക്കുന്നത് 16 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പാർട്ടി ചോദിക്കണമല്ലോ. പറക്കാൻ ചെയ്യൽ വേണ്ടിയാണ് പാർട്ടി ചോദിക്കുന്നത്. 16 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാക്സിമം 2016 നമുക്കൊരു 14 ലക്ഷം രൂപ അടുത്ത് മാക്സിമം നമുക്ക് ലോൺ കയറും. 14-13 ലക്ഷം നമുക്ക് ലോൺ കയറും എന്തായാലും. ഏറ്റവും ടോപ്പ് ഏതാന്ന് വെച്ചാൽ ആ ഒരു ഇത് V200 ആണ്. V180 ഉണ്ടായിരുന്നു. അത് പഴയ ഒരു വണ്ടി ഉണ്ട്. ഇവിടെ നമ്മുടെ പോയി. ഇത് V200 ആണ്. ടോപ്പിന്റെ പേര് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഇന്റീരിയർ എങ്ങനെ നമുക്ക് നോക്കാം. ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ വണ്ടിയുടെ ഇന്റീരിയർ. പിന്നെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്ക് സീറ്റൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ സീറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൺറൂഫ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നല്ല പക്ക വർക്കിംഗ് കണ്ടീഷനാണ് കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ടാണ്. കണ്ടോ, നമ്മൾ ഈ ഇൻഡിക്കേറ്ററൊക്കെ ഇരുന്ന ആ പോർഷനിൽ അവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഗിയറിൻ്റെ നോബ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടേക്ക് ആയിട്ട് നമുക്ക് കുറച്ച് യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഒക്കെ ഉണ്ട്. ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ആയിട്ട്. അടുത്തത് നമ്മളൊരു വോൾക്സ്വാഗൻ്റെ ഒരു പോളോയാണ് നമ്മൾ പരിചയപ്പെടുക. റെഡ് കളർ പോളോയാണ്. പോളോ GT. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. 2017 പോളോ GT TSI ആണ്. 1.2 ലിറ്റർ എഞ്ചിൻ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയേക്കണത് ഇപ്പോ 78 കറക്റ്റ് ഓടണം. 78 സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസും കാര്യം തരുന്നുണ്ട്. പിന്നെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കണ വില 8.25 ലക്ഷം രൂപ. 8.25. നമുക്ക് ഇതൊക്കെ ഏകദേശം ഒരു എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? അപ്പോൾ ഡൗൺ പേയ്മെന്റ് ഒരു 1.5 രൂപ അടുത്ത് അടക്കേണ്ടി വരും. 1.5 അല്ലേ? ഓക്കെ, ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും GT TSI തന്നെയാണ്. കാരണം നിർത്തലാക്കി 1 ലിറ്റർ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ 1.2 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റും അവർക്കത് മതി. ടയർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. പക്ക നീറ്റ് ആയിട്ടുള്ള ടയറാണ്. KL04 രജിസ്ട്രേഷൻ ആണല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റായിട്ടുള്ള കണ്ടീഷനിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ആയിട്ട്. അതുപോലെ തന്നെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓട്ടോമാറ്റിക്കാണ് വരുന്നത് വണ്ടി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബാക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ക്ലിയർ ആണ് കേട്ടോ വണ്ടി ഭയങ്കര. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് മഹീന്ദ്രയുടെ ക്യോണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇത് ഏത് മോഡലാണ്? 2013 മോഡൽ വണ്ടിയാണ്. അത് സെക്കൻഡ് ഓണർ 89,000 ഓടിയത്. വണ്ടി വെൽ നീറ്റാണ്. വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇതുവരെ നിലവിൽ. ഇവിടെ ഒരു അലോവയിൽ മാത്രം
ഓക്കേ അലോയ് വീൽസ് ഇല്ല ഇല്ല അലോയിൽ ഇല്ല ഫ്രണ്ടിലാണോ ഇല്ലാത്ത ഫ്രണ്ടിൽ അലോയിലല്ല വണ്ടിക്ക് വീൽ കപ്പാണ് വീൽ കപ്പാണ് ഓക്കേ ഫ്രണ്ടിൽ വീൽ കപ്പ് ഇല്ലാന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എത്രയാണ് ഇത് ചോദിക്കുന്നത് എത്രയാണ് ചോദിക്കുന്നത് 3 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ഓക്കേ പാർക്ക് ആൻഡ് സെയിൽ ആണല്ലേ 3 ലക്ഷം രൂപ അപ്പൊ നമുക്ക് ഏകദേശം ഒരു എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും 2 രൂപ 1.25 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ മതിയാവും ഓക്കേ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ ക്ലിയർ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ അത് എടുത്തു കൊടുക്കും ഫുൾ കവർ തരപ്പാട്ട് ഓക്കെ ഇവിടെ തന്നെ നമ്മൾ എടുത്തു കൊടുക്കും അല്ലേ ഓക്കെ KL 64 രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ ഉള്ള ഒരു ബ്രൗൺ കളറാണ് കേട്ടോ സീറ്റൊക്കെ പിന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% ഓക്കെയാണ് കേട്ടോ ടയേഴ്സ് കാര്യങ്ങളെല്ലാം അടുത്തത് നമ്മളൊരു കിയ സെൽട്ടോസ് അല്ലേ ഓക്കെ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ 2021 മോഡലാണ് ഡീസൽ വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് നിസ്സാരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അധികം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല അവർ ചോദിക്കുന്ന പ്രൈസ് 13 ലക്ഷം രൂപയാണ് 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡീസൽ വേരിയന്റ് ആണ് പിന്നെ കിയയിൽ കുറേ വേരിയന്റ് ഉള്ള കാരണം ബേസ് എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ ഓപ്ഷൻ അല്ല ബേസ് വേരിയന്റ് കസ്റ്റമർ ചോദിക്കുന്നത് 13 ലക്ഷമാണല്ലേ 13 ലക്ഷം രൂപയാണ് കസ്റ്റമർ ചോദിക്കുന്നത് ഓക്കെ നമുക്ക് ഏകദേശം എത്ര രൂപ വരെയൊക്കെ ഫിനാൻസ് കിട്ടും അപ്പോൾ 2021 മോഡലായാലും നമുക്ക് മാക്സിമം ഒരു 12 lakh വരെ ഫിനാൻസ് കിട്ടും ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ ഫിനാൻസ് കാര്യങ്ങളെല്ലാം റെഡി ആക്കി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാ ഫിനാൻസും ഓൾ കേരള അവൈലബിൾ ആണ് ഓക്കെ നമ്മുടെ കുറേ വീഡിയോസിലൊക്കെ കുറേ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് മിക്കവരും വന്ന് ഞങ്ങളോടും ചോദിക്കാറുണ്ട് ഈ മറ്റേ തൃശ്ശൂര് കോയമ്പത്തൂർ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ലോൺ കിട്ടും പക്ഷെ നമുക്കെല്ലാം ഓൾ കേരള വയനാട് കണ്ണൂർ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫിനാൻസ് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നവരാണ് എല്ലായിടത്തും കിട്ടും ഒരു കുഴപ്പമില്ല ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല നീറ്റാണ് കേട്ടോ ഇന്റീരിയർ നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീനിൻ്റെ ഒക്കെ ഒരു സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റാണ് കേട്ടോ വണ്ടിയകത്ത് ടയറൊക്കെ അത്യാവശ്യം ഒരു 80% ടയർ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് മാരുതി സുസുക്കിയുടെ സിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് KL 13 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം ഇത് ഏത് മോഡലാണ് 2020 മോഡലാണ് വണ്ടി കമ്പനി സർവീസ് 48,000 ഓടിയിട്ടുള്ളൂ 48,000 അല്ലേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ തന്നെയാണ് ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയന്റ് അവര് ചോദിക്കുന്ന പ്രൈസ് 11 ലക്ഷം രൂപ 11 ലക്ഷം ഓക്കെ പാർക്ക് ആൻഡ് സെയിൽ ആണല്ലേ കസ്റ്റമർ ചോദിക്കുന്ന വിലയാണ് 11 ലക്ഷം അല്ലേ ഓക്കെ നെഗോഷ്യബിൾ ആണോ നെഗോഷ്യബിൾ ആണ് വലിയ മാർജിൻ ഒന്നും പ്രതീക്ഷിക്കുന്ന എന്തിനൊക്കെ അവർ നെഗോഷ്യബിൾ ചെയ്തിട്ട് എന്തായാലും എന്ന് വെച്ചാൽ എടുക്കുന്ന ആൾക്ക് വലിയൊരു അധികം പ്രതീക്ഷിക്കരുത് അവരെന്തായാലും കുറച്ച് കൊടുക്കും 20 വണ്ടിയാണ് അതിന്റേതായ ഒരു മാർജിൻ അവർക്ക് ഉണ്ടാവും പിന്നെ അവർ വേറെ വണ്ടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത് അല്ലാണ്ട് വേറെ പ്രശ്നം ഉണ്ടായില്ല ഇപ്പൊ മിക്കവരും ചോദിക്കണ ചോദ്യം തന്നെയാണ് 20-21 വണ്ടി എന്തിനാ കൊടുക്കണേ ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല വണ്ടി ഓടിച്ചാൽ ചിലർക്ക് ഒരു കംഫർട്ട് ആയിട്ട് തോന്നാത്തതുകൊണ്ടായിരിക്കും പലർക്കും പല റീസൺസ് ഉണ്ടാവുമല്ലോ ഓക്കെ അലോയ്സ് കാര്യങ്ങളല്ലാണ്ടല്ലേ പ്രൊജക്ട് ലൈറ്റ് സെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഓക്കെ ഓക്കെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ഒക്കെ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല നീറ്റാണ് കേട്ടോ വണ്ടി നമ്മളിപ്പോൾ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നീറ്റാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ നമുക്ക് നോക്കാം ഗൈസ് ഈ വണ്ടി ഉണ്ടല്ലോ കീലെസ് ആണ് നമ്മുടെ പോക്കറ്റിൽ ഈ ഒരു റിമോട്ട് മാത്രം മതി നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ ഒക്കെ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും ഈ കീ നമ്മളുടെ പോക്കറ്റിൽ ഇടാം കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ വണ്ടിയുടെ അകത്ത് കയറി അപ്പോൾ ഞാൻ വണ്ടി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ഇവരുടെ പോക്കറ്റിലാണ് ഇതിൻ്റെ കീ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പ്രസ് ചെയ്തൊന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്രീം കളർ സീറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമുക്ക് ഒരു ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ അതിൻ്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ടച്ച് സ്ക്രീനിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങളായിട്ടൊരു കാര്യം കൂടെ ഷെയർ ചെയ്യാം ഇൻ കേസ് ഈ വണ്ടിയുടെ ഈ റിമോട്ടിൻ്റെ ചാർജ് തീർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് തീർന്നു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബാക്കിലായിട്ട് നമുക്കൊരു ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് വന്നിട്ടുണ്ട് അവിടെ നമ്മളിത്
ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കീ വരും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് നമ്മളുടെ നിതിൻ ബ്രോ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മിക്കവരും ചോദിക്കുന്ന കാര്യം തന്നെയാണ്, വണ്ടി തുറന്നൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കണം. പോക്കലിൽ വെക്കാണ്ട് കൈ പിടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഈ ഒരു സ്വിച്ച് ഇല്ലേ, ഇവിടെ ഒരു അതൊരു സെൻസറാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഹോണ്ടയുടെ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയോ? 2015 മോഡൽ വണ്ടിയാണ്. 2015 അല്ലേ? ഓണർ, പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 82,000 ഓടിയിട്ടുണ്ട്. 82,000 അഡീഷണൽ കസ്റ്റമർ തന്നെ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് പാർക്ക് ആൻഡ് സെയിൽ ആണോ? ഓക്കെ, എത്രയാണ് കസ്റ്റമർ എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്ന പ്രൈസ് 7,400 ആണ്. 7,400 അല്ലേ? നെഗോഷ്യബിൾ എന്തെങ്കിലും ഉണ്ടാവോ? പിന്നെ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. അതെ അതെ, നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും ഇൻ കേസ്? ഒരു മാക്സിമം 5 lakh ലോൺ കിട്ടും. ഓക്കെ, 1 lakh 2 lakh അടുത്ത് അടച്ചാൽ മതി അല്ലേ ഡൗൺ പേയ്മെന്റ്? ഓക്കെ, ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40% ഓക്കെയാണ്. പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ ഒരു കാറിന്റെ കളറായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു അലോയ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. KL07 രജിസ്ട്രേഷൻ ആണ്, എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ലുക്ക്. ഒരു കോഫി ബ്രൗൺ കളറായിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും. ബാക്കൊക്കെയാണ് നമുക്കൊരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആയിട്ടും വന്നിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ടും അത്യാവശ്യം നമുക്ക് എന്താ പറയുക, വെക്കാനുള്ള ബൂട്ട് സ്പേസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുണ്ട് ഗൈസ്. അടുത്തത് നമ്മൾ ഹുണ്ടായുടെ സാൻഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഏത് മോഡലാണ് കേട്ടോ ഇത് വണ്ടി? ഇത് 2018 മോഡൽ വണ്ടിയാണ്. 2018 അല്ലേ? സിംഗിൾ ഓണർ. 18,000 ഓടിയിട്ടുള്ളൂ. 18,000 ഓടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് മാക്സിമം നമുക്ക് ലോൺ കിട്ടും. കാരണം 4 lakh ആണ്. 4,40,000 അവർ ചോദിക്കുന്നത്. 4,40,000 അല്ലേ? ഓക്കെ, ഏകദേശം ഒരു 1 lakh ഒക്കെ അടച്ച് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതിയോ അല്ലേ? ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ആളുടെ പ്രൊഫൈൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാലാണ് മാക്സിമം നമുക്ക് ലോൺ ഡിപ്പെൻഡ് ചെയ്ത് കിട്ടും. ആളുടെ പ്രൊഫൈലിലാണ് മെയിൻ കാരണം. KL41 രജിസ്ട്രേഷൻ വണ്ടിയാണ്. കുഞ്ഞു വണ്ടിയാണ്. നമുക്ക് ഈ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് സാൻഡ്രോ. KL41P3376 ആണ് രജിസ്ട്രേഷൻ. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് എങ്ങനെ നമുക്ക് നോക്കാം. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 60% ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റെ ഗിയർ നോബിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് പവർ വിൻഡോൻ്റെ ഓപ്പണിങ്ങിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഡോറിൻ്റെ ആ സൈഡിലായിട്ട് എല്ലാ സ്വിച്ചസ് വന്നിരിക്കുന്നത് ഗൈസ്. ഇനി ഞാൻ അടുത്തത് ഒരു മഹീന്ദ്രയുടെ ഒരു താർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? 2014 7 മാസം വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. 90,000 ഓടിയിട്ടുണ്ട്. 90,000 അല്ലേ? സോഫ്റ്റ് ടോപ്പ് വണ്ടിയാണ്. ഹാർഡ് ടോപ്പ് ആക്കിയേക്കുന്നതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തോന്നൂല അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് വണ്ടി പണിതുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 7.5 ലക്ഷം രൂപയാണ്. മാക്സിമം ഒരു 6.5-7 അടുത്ത് തന്നെ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും. ഡൗൺ പേയ്മെന്റ് ഒരു 1-1.5 അല്ലെങ്കിൽ 50,000. അവരുടെ പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര വരും. വണ്ടി നല്ല നീറ്റാണ്. നല്ല ഭംഗിയായിട്ട് പണിതേക്കണത്. പിന്നെ അകത്ത് സീറ്റ് ആണെങ്കിൽ നമുക്കൊരു മാക്സിമം വേണ്ടി 8 പേർക്ക് സുഖമായിട്ടിരുന്നു യാത്ര ചെയ്യാം. മറ്റേ സീറ്റാണ്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല പുത്തനാണ് കേട്ടോ. നല്ല പുത്തൻ ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. KL06 രജിസ്ട്രേഷനാണല്ലോ വണ്ടി. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ സ്റ്റെപ്പിന് വരുന്നുണ്ട്. ആ സെയിം അലോയ്സിൻ്റെ തന്നെ സ്റ്റെപ്പിനെയാണ് കേട്ടോ നമുക്ക് ബാക്കിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ നമുക്ക് ബാക്കിൽ വന്നിരിക്കുന്ന സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമർ തന്നെ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഫേസ് ടു ഫേസ് ആയിട്ട് നോക്കിയിരിക്കില്ലേ, അതുപോലത്തെ രീതിയിലാണ് ബാക്കിലത്തെ സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ടാറ്റയുടെ ആൾട്രോസ് ആണ്. ഇത് ഏത് മോഡൽ? 2020 മോഡലാണ്. 2020 അല്ലേ? സിംഗിൾ ഓണർ 19,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്.
അവര് ചോദിക്കുന്നത് 7,4 രൂപ. 7,4 അല്ലേ? 7,25,000. സേഫ്റ്റിയിൽ 5 സ്റ്റാർ അടിച്ച കാറാണ് നമ്മുടെ ടാറ്റ ആൾട്രോസ് എന്ന് പറയുന്നത്. ഞാൻ കാറിൽ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്നത് ടാറ്റയുടെ ആൾട്രോസ് ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീലെസ് ആണ്. നമുക്കിത് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ടാറ്റ ആൾട്രോസിന് വന്നിരിക്കുന്ന ഹാർമൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് എന്താണ് യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഗിയർ നോബിൻ്റെയൊക്കെ ഇവിടെ ആയിട്ട് സീറ്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഒരു ആഷ് കളർ പോലത്തെ കളറാണ് കേട്ടോ സീറ്റിൻ്റെയൊക്കെ. നല്ല നീറ്റായിട്ടാണ് അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ബാക്കിലായിട്ട് നമുക്കൊരു ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പം നമ്മളിതിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെയാണ് എക്സ്റ്റീരിയർ വന്നിരിക്കുന്നത്. KL 81 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഗൈസ്, അടുത്തത് ഞാൻ വീണ്ടും ഒരു പോളോ GT ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. KL 7 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? 2014 മോഡൽ വണ്ടിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ GT എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇറങ്ങിയത് ഈ ഒരു ഷേപ്പിലാണ്. ഓക്കെ. സെക്കൻഡ് ഓണർ 68 ഓടിയിട്ടുണ്ട്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓടിയിട്ടുള്ളൂ. 2014 വണ്ടിയാണ്. ഇത്ര ഇയർ വെച്ച് കുറവാണ്. ശരി. 110 ഓടേണ്ടി GT ആയതുകൊണ്ട് അധികം ഓട്ടം കുറവായിരിക്കും. അത് അവർ ചോദിക്കുന്ന പ്രൈസ് 685 അല്ലേ? 685 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ഉണ്ടാവും. വലിയ മാർജിൻ വരുത്തിയിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയായ കാരണം അവരധികം റേറ്റ് കുറച്ച് കൊടുക്കാൻ ചാൻസ് ഇല്ല. കാറിന്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റാണ് കേട്ടോ. വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടിയിൽ. പിന്നെ അതുപോലെ തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇതിന്റെ ഇന്റീരിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ അവിടെ ഓസ്കാർ കാർസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ റിച്ചസ് കൊച്ചിക്കാരിയ ചൈതി. ബൈ.